ചുവപ്പ്, മഞ്ഞ, വെള്ള, പച്ച, ഒരുപാട് നിറങ്ങളുണ്ട്. കുഞ്ഞു മനസ്സിൽ വിരിഞ്ഞ എന്തും ആ വെള്ള പേപ്പറിൽ വരയ്ക്കാം. തകർന്നു വീണ സ്വപ്നങ്ങൾക്ക് അവർ പുതുജീവൻ നൽകുകയാണ്. യുദ്ധം കവർന്നെടുത്തതാണ് പലതും. ഒന്നിനും അവരെ തോൽപ്പിക്കാനാവില്ല. ഈ കുഞ്ഞു കൈകൾ എല്ലാത്തിനും സാക്ഷികളായിരുന്നു. നിറം മങ്ങിയ ജീവിതത്തിന് അവർ നിറങ്ങൾ നൽകുകയാണ്. പതറാതെ മുന്നോട്ട്. ഇന്റർനാഷണൽ ഡെസ്ക്, മാതൃഭൂമി ന്യൂസ്. ഉമൈബാൻ തത്സമയം ചേർന്നു. ഉമൈബാൻ, ഈ ചിത്രകാരിയായ മൈസ യൂസഫിന്റെ ആർട്ട് സ്റ്റുഡിയോ പകുതി തകർന്നുപോയി. അതാണ് അതിൽ ഏറ്റവും പ്രസക്തമായ ഭാഗമെന്ന് തോന്നുന്നു. അങ്ങനെ പകുതി തകർന്നു പോയ ആ ഒരു സ്റ്റുഡിയോയിലും ഈ വർക്ക്ഷോപ്പും ക്ലാസ്സുകളും നടത്തി കുട്ടികളെ അവരുടെ മാനസിക സമ്മർദ്ദത്തിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുവരാനുള്ള ശ്രമം അതൊരുപാട് അഭിനന്ദനം അർഹിക്കുന്നു. മാത്രമല്ല, നമുക്കൊക്കെ മനസ്സും കണ്ണും നിറഞ്ഞു പോകുന്നു. സാഹചര്യങ്ങൾ നമ്മളിൽ നിന്നും എത്ര വ്യത്യസ്തമാണ് അവർക്ക് എന്ന്. മോദി സൂചിപ്പിച്ച പോലെ തന്നെ ഇതൊരു അതിജീവന കഥയാണ്, അതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. പക്ഷേ ഞാനിത് മറ്റൊരു വീക്ഷണകോണിലൂടെ നിരീക്ഷിക്കാനാണ് ശ്രമിക്കുന്നത്. കാരണം കുഞ്ഞുങ്ങൾ, അതായത് നമുക്കറിയാം യുദ്ധത്തിൻ്റെ ഏറ്റവും വലിയ ഭീകരത, അത് ഏറ്റവും ആഴത്തിൽ സ്പർശിക്കുന്നത്, ആഴത്തിൽ അനുഭവിക്കുന്നത് കുഞ്ഞുങ്ങളാണ്. ആ കുഞ്ഞുങ്ങൾക്ക് നിറങ്ങളുടെ പുതിയ ലോകം, പ്രതീക്ഷയുടെ പുതിയ ലോകം, ഇതൊക്കെ തുറന്നു കൊടുക്കുന്ന ഒരാളായി മാറുകയാണ് മൈസ യൂസഫ്. കാരണം അവരുടെ തകർന്ന സ്റ്റുഡിയോയിലാണ് അവർ ഈ കുട്ടികളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഈ ചിത്രം വരപ്പിക്കുന്നത്. പക്ഷേ ആ ചിത്രങ്ങളിൽ മോത്തിയെ ശ്രദ്ധിച്ചോന്ന് എനിക്കറിയില്ല. നിറമുള്ള ആകാശമുണ്ട്, ഉയരപ്പറക്കുന്ന പക്ഷികളുണ്ട്, പൂക്കളുണ്ട്, ശലഭങ്ങളുണ്ട്. അങ്ങനെ പ്രതീക്ഷയുടെ ഒരു പുതിയ വർണ്ണം, അതിൻ്റെ ദൃശ്യമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതായത് ആ കുട്ടികളോട് പറയുകയാണ്, ഈ ചിത്രങ്ങളിലൂടെ പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് ഭൗതികമായിട്ടുള്ള എന്ത് തകർന്നാലും നമ്മളുടെ പ്രതീക്ഷയെ നമ്മൾ പിന്തുടരണം. ആ സ്വപ്നങ്ങൾ ഒരിക്കലും ഒരു യുദ്ധത്തിനും മുറിവേൽപ്പിക്കാൻ കഴിയില്ല, തകർക്കാൻ കഴിയില്ല. ആ ഒരു കാര്യം തന്നെയാണ് ഈ മൈസ യൂസഫ് ആ കുട്ടികളെ ഈ സ്റ്റുഡിയോയിലേക്ക് എത്തിച്ച് വരപ്പിക്കുന്നതിലൂടെ മുന്നോട്ട് വെക്കുന്ന ഒരു ആശയം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സ്വാഭാവികമായിട്ടും ഈ യുദ്ധം ഓരോന്നും തകർത്ത് എറിയുമ്പോഴും നമ്മുടെ മനസ്സിൻ്റെ ബലത്തെ അത് കൂടുതൽ ഉറപ്പിച്ചു നിർത്തുന്നുണ്ട്, മുന്നോട്ടുള്ള പോക്കിനെ. അത് ഈ കുഞ്ഞുങ്ങൾക്ക് കൂടി ആത്മവിശ്വാസവും ബലവും ഈ പ്രതീക്ഷകളൊക്കെ ചേർത്ത് നിർത്താൻ മൈസ യൂസഫിന്റെ ഇപ്പോൾ നടത്തിയ ഈ പ്രയത്നങ്ങൾക്ക് കഴിയുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. മൂത്തി, തീർച്ചയായിട്ടും ഉമൈബാൻ, അത് അങ്ങനെ തന്നെയാണ്. മൈസ യൂസഫിന്റെ ഈ ശ്രമം അത് ലോകമെമ്പാടും ശ്രദ്ധിക്കപ്പെട്ടതും അതുകൊണ്ടാണ്. നമ്മളും ഇതൊരു വാർത്തയാക്കി അവതരിപ്പിക്കുന്നതും അതുകൊണ്ടാണ്.